ഹലോ, ഞാൻ നിങ്ങളുടെ അമ്മു. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. കുറേ കാലമല്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. കാണാത്തപ്പോൾ അന്വേഷിച്ച എല്ലാവരോടും സ്നേഹം മാത്രം. കുറച്ച് തിരക്കുകളായിട്ട് ഇതിലോട്ട് അങ്ങോട്ട് എന്താ പറയുക, ശരിയായിട്ട് അങ്ങോട്ട് ഇടാൻ പറ്റിയിട്ടില്ല. അപ്പം നമുക്ക് എന്താ പറയുക, പുതിയ കഥ കേട്ടങ്ങ് ഹാപ്പിയായിട്ടങ്ങ് വീണ്ടും കൂടിയാലോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്കും ബെൽ ബട്ടണും ഒക്കെ ഇതാക്കി വെച്ചോ. അപ്പോഴല്ലേ വീണ്ടും വീണ്ടും പുതിയ പുതിയ കഥകളൊക്കെ കേട്ട് ഹാപ്പി ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് തുടങ്ങാലോ അല്ലേ? തുടങ്ങിയേക്കാം. എൻ്റെ പേര് സഹിൽ. കാസർഗോഡാണ് എൻ്റെ വീട്. എൻ്റെ കോളേജൊക്കെ കഴിഞ്ഞ് കൊറോണ കാരണം ജീവിതം മുഴുവൻ കുഴഞ്ഞു പോയിരുന്നൊരു സമയം. അന്നെനിക്ക് ഏകദേശം 21 വയസ്സ് കാണും. ജോലിയൊന്നുമില്ല, പുറത്തിറങ്ങാനും പറ്റാത്ത അവസ്ഥ. ദിവസങ്ങളൊക്കെ വെറുതെ തള്ളി നീക്കി ജീവിച്ചിരുന്ന കാലം. എന്നെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞാൽ ഏകദേശം 6 അടി ഉയരവും 75 കിലോ ഭാരമുണ്ട് ഞാൻ. ഭാരം കേട്ട് തട്ടിയനാണെന്നൊന്നും വിചാരിക്കണ്ട, ഇവൻ എല്ലിൻ്റെ ഭാരമാണ് കൂടുതൽ എന്നാ കൂട്ടുകാർ കളിയാക്കി പറയാറ്. ഞാനാണെങ്കിൽ ക്രിക്കറ്റും ഫുട്ബോളും കളിക്കും. ക്രിക്കറ്റ് നല്ല ബാറ്റ്സ്മാനാണ്. ഫുട്ബോളിൽ ഒരു ആവറേജ് പ്ലെയറാണെങ്കിലും കളിയോട് നല്ല പാഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശരീരമൊക്കെ നല്ല ഫിറ്റാണ്. കൊറോണ സമയത്ത് വീട്ടിൽ കുത്തിയിരുന്ന് മടുത്ത അവസ്ഥയായിരുന്നു. പുറത്തിറങ്ങിയാൽ പോലീസ് ചോദ്യം ചെയ്യും. വീട്ടിൽ നിന്ന് ആവശ്യമില്ലാതെ പുറത്തേക്ക് പോകാൻ സമ്മതിക്കുകയില്ല. അങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്ന് ചൊറിഞ്ഞ് ദിവസങ്ങൾ അങ്ങനെ അങ്ങ് കടന്നുപോയി. എപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് കറങ്ങി അടിച്ച് പൊളിച്ച് നടന്ന എനിക്ക് ആ ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി. സമാധാനമായി ഒരു സിഗരറ്റ് പോലും വലിക്കാൻ പറ്റില്ല. വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ പോകുമ്പോഴാണ് ആകെ കുറച്ച് ആശ്വാസം കിട്ടുന്നത്. ആ സമയത്ത് എൻ്റെ പ്രധാന ഹോബി മറ്റേ അത്തരം മൂവീസൊക്കെ കാണുക, അങ്ങനത്തതൊക്കെ വായിക്കുക, ഇതൊക്കെയായിരുന്നു. ഇതൊക്കെ കണ്ടും വായിച്ചും ദിവസവും മനസ്സിന് ഇങ്ങനൊരു കുളിരൊക്കെ നൽകി. എന്തോ പെട്ടെന്ന് തീർക്കാതെ ആ ഒരു ഫീലിൽ അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ അതെനിക്കൊരിഷ്ടമായിരുന്നു. പക്ഷേ എത്ര നാളെ ഇങ്ങനെ ജീവിക്കുക, അതും പതുക്കെ മടുത്തു തുടങ്ങി. വീട്ടിൽ സമയവും പോകുന്നില്ല. അങ്ങനെ ഇരിക്കുക എനിക്കെൻ്റെ ഒറ്റ സുഹൃത്തായ കാർത്തി വിളിക്കുന്നത്. കോളേജ് കാലം മുതൽ ഒപ്പമുള്ള കാർത്തി എനിക്ക് കൂടെപ്പിറപ്പിനെ പോലായിരുന്നു. ഫോണെടുത്തത് മാത്രം കാർത്തിയുടെ ശബ്ദം കേർത്തു. എന്താടാ, ജീവനോടുണ്ടോ? ഞാൻ ചിരിച്ചു. ജീവിച്ചിരിപ്പുണ്ട്, പക്ഷേ വീട്ടിൽ കുത്തിയിരുന്ന് ഭ്രാന്തായി. അതൊക്കെ എല്ലാവർക്കും ഭ്രാന്ത് തന്നെയാണ്. നീ എന്തെടുക്കുക അപ്പോൾ? ഏയ് ഒന്നുമില്ലടാ, ഫോണ് കുത്തിയിരിക്കുക. നീയോ? ഞാനിപ്പോൾ പുറത്താ. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് കലി വന്നു. പുറത്തോ? എങ്ങനെ? പോലീസ് പിടിക്കില്ലേ? അവൻ ചിരിച്ചു. അതിനെ വിളിച്ചത്. ഡെലിവറി ജോലിക്ക് ആളെ എടുക്കുന്നുണ്ട്. ഫുഡ് ഡെലിവറിയോ? അതെ, ഇപ്പോൾ റോഡിൽ സമാധാനം ഇറങ്ങാൻ പറ്റുന്ന ഒരേ ഒരു കൂട്ടർ ഡെലിവറി ടീമാണ്. പോലീസൊന്നും പറയില്ല. ID കാർഡും ബാഗും ഉണ്ടെങ്കിൽ എവിടെയും പോകാം. അത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിലൊരു പ്രതീക്ഷ വന്നു. സത്യമായിട്ടാ? അതേടാ മച്ച, വീട്ടിൽ കുത്തിയിരുന്ന് ചാകുന്നതിലും നല്ലത് ഇതാ. കാശും കിട്ടും, പുറത്തിറങ്ങി കറങ്ങുകയും ചെയ്യാം. അവൻ പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സൊന്ന് തെളിഞ്ഞു. ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് വീട്ടിൻ്റെ പുറത്തിറങ്ങാൻ വഴി കിട്ടിയ പോലെ തോന്നിയത്. എവിടെയാണ് ജോയിൻ ചെയ്യേണ്ടത്? ഞാൻ ഉടനെ ചോദിച്ചു. ഞാൻ നമ്പർ അയക്കാം, നാളെ പോയി കണ്ടാൽ മതി. നിനക്ക് ബൈക്കുണ്ടല്ലോ, അപ്പോൾ പെട്ടെന്ന് കിട്ടും. അവൻ നമ്പർ അയച്ചതും ഞാൻ അധികം ഒന്നും ആലോചിച്ചില്ല. വീട്ടിൽ കുത്തിയിരുന്ന് പ്രാന്താകുന്നതിലും നല്ലത് ഇതാണെന്ന് എനിക്ക് തോന്നി. അടുത്ത ദിവസം രാവിലെ തന്നെ ഞാൻ കാർത്തി തന്ന അഡ്രസ്സിലേക്ക് പോയി. ചെറിയൊരു ഓഫീസായിരുന്നു. അവിടെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. ലൈസൻസും ബൈക്കിൻ്റെ പേപ്പറൊക്കെ നോക്കി. പിന്നെ ഒരു ബാഗും ID കാർഡും തന്നു. അങ്ങനെ ഞാൻ ഫുഡ് ഡെലിവറി ജോലിയിൽ ജോയിൻ ചെയ്തു. ആ ജോലി തുടങ്ങിയതോടെ ജീവിതത്തിനൊരു ചെറിയ മാറ്റം വന്ന പോലെ. ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ആളുകളെ കാണാനും റോഡിലൂടെ കറങ്ങാനും പറ്റുന്നുണ്ടായിരുന്നു.
പോലീസിനെ പേടിക്കാതെ സ്വതന്ത്രമായി പുറത്ത് നടക്കാൻ പറ്റുന്നത് തന്നെ വലിയൊരാശ്വാസമായിരുന്നു. പക്ഷേ ജോലി തുടങ്ങിയ ശേഷം അതിൻ്റെ മറ്റൊരു വലിയ ഗുണം എനിക്ക് മനസ്സിലായി. മിക്ക കസ്റ്റമേഴ്സും പെൺകുട്ടികളാണ്. പ്രത്യേകിച്ച് കൊറോണ സമയത്ത് എല്ലാവരും വീട്ടിലായതുകൊണ്ട് പല പെൺകുട്ടികളും വളരെ കാഷ്വൽ ഡ്രസ്സിലായിരിക്കും വാതിൽ തുറക്കുക. ചിലർ ഓവർ സൈസ് ടീഷർട്ട്, ചിലർ ചെറിയ ഷോർട്ട്സ്, ചിലർ വീട്ടിലെ കംഫർട്ടിൽ ആയതുകൊണ്ട് ഒട്ടും മേക്കപ്പോ ഒന്നുമില്ലാതെ. ചിലതിനെ കണ്ടാൽ പിന്നെ വീണ്ടും ആ ഏരിയയിൽ തന്നെ ഹോട്ടൽ വന്നാൽ കൊള്ളായിരുന്നല്ലോ എന്ന് വരെ തോന്നും. അത്രയ്ക്കും ഭംഗിയുണ്ടാകും. വീട്ടിൽ കുത്തിയിരുന്ന് മടുത്ത എനിക്ക് ആ ജോലി പതുക്കെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിട്ട് മാറാൻ തുടങ്ങി. ഞാനും കാർത്തിയും ഡെലിവറിക്കിടെ കണ്ടുമുട്ടുന്ന പല ആളുകളെക്കുറിച്ചും സംസാരിക്കാറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പെൺകുട്ടികളെക്കുറിച്ച്. ആരുടെ റൂട്ടിലാണ് കൂടുതൽ കിട്ടിലൻ കസ്റ്റമേഴ്സ് ഉള്ളതെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ തമ്മിൽ കളിയും ചിരിയൊക്കെ പാസ്സാക്കും. ഒരു ദിവസം രാത്രി ഡെലിവറിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് കാർത്തി ഒരു പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞത്. എൻ്റെ ഇതിലൊരു ഐറ്റം ഉണ്ട്, കണ്ടാൽ നീ ഞെട്ടും. അവനൊരു കുസൃതി ചിരിയോട് പറഞ്ഞു. അത്രയ്ക്ക് സീനാ? ഞാൻ ചിരിച്ചു. സീനല്ല മച്ചാനെ, സംഭവം വേറെ ലെവലാ. വിവാഹം കഴിഞ്ഞതാണെന്നാണ് തോന്നുന്നേ. എപ്പോഴും നല്ല ഇതായിട്ടൊക്കെ ഇടാറുള്ളൂ. എന്തിട്ടാലും കാണാൻ നൈസാ. അവൻ പറഞ്ഞ രീതി കേട്ടാൽ തന്നെ കണ്ടാൽ തന്നെ എന്താ പറയുക, ആ പെണ്ണിനെക്കുറിച്ച് അവൻ അത്ര ആവേശത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി. നിനക്ക് ഒരിക്കലും സൈഡിൽ ഓർഡർ കിട്ടിയാൽ മനസ്സിലാകുമെന്ന് പറഞ്ഞ് അവൻ വീണ്ടും ചിരിച്ചു. അവൻ അത്ര പറഞ്ഞതോടെ തന്നെ എൻ്റെ മനസ്സിലൊരു കൗതുകം കയറി തുടങ്ങി. ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അളിയാ എങ്ങനാ, വളയോ? അവനൊന്ന് ചിരിച്ചു. അറിയില്ലടാ, എന്നെ അത്ര വലിയ മൈൻഡൊന്നും ആക്കിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് വളയുന്ന ടൈപ്പ് അല്ലെന്ന്. പക്ഷേ കണ്ടാൽ തന്നെ നോക്കി നിൽക്കാൻ തോന്നിപ്പോടാ. അന്ന് മുതൽ ഞാൻ എപ്പോഴാകും ആ ചാൻസ് കിട്ടാതെ ആലോചിക്കുന്നതായിരുന്നു. ഇടയ്ക്കിടെ ആ ഏരിയയിൽ ഓർഡർ വന്നോന്ന് വരെ നോക്കും. പക്ഷെ ഒന്നും നടന്നില്ല. അങ്ങനെ 2 ദിവസം കഴിഞ്ഞിരിക്കുമ്പോഴാണ് കാർത്തിയുടെ കോള് വന്നത്. നിൻ്റെ ഭാഗ്യം തെളിഞ്ഞു. എന്താടാ? ഞാൻ ആവേശത്തോടെ ചോദിച്ചു. അവനൊന്ന് ചിരിച്ചു. ആ ഐറ്റത്തിൻ്റെ ഓർഡർ ഇപ്പോൾ വന്നിരുന്നു. അത് കേട്ടതും എൻ്റെ ഉള്ളിലൊരു എക്സൈറ്റ്മെൻറ്റ് കയറി. എന്നിട്ട് ഞാൻ ഓഫീസിൽ പറഞ്ഞ് ആ ഓർഡർ നിൻ്റെ പേരിലേക്ക് മാറ്റിച്ചു. അവനത് പറഞ്ഞതും എനിക്ക് ശരിക്കും സന്തോഷമായി. അളിയ നീ പൊള്ളിയാ. പോയി കണ്ടിട്ട് വാ, എന്നിട്ട് പറയ്. ഞാൻ അവനോട് നന്ദി പറഞ്ഞ് ഫോൺ വെച്ചു. സത്യത്തിൽ ആ ഓർഡർ എടുക്കാൻ പോകുമ്പോൾ എൻ്റെ ഉള്ളിൽ വേറൊരു ഫീലായിരുന്നു. ഇത്രയും ദിവസം കേട്ടുകൊണ്ടിരുന്ന ആ പെണ്ണിനെ നേരി കാണാനിരിക്കുക. ഞാൻ അവളുടെ പേര് നോക്കി. അനു, നല്ല പേര്. ഞാൻ അവളുടെ ഓർഡർ ഹോട്ടലിൽ നിന്നെടുത്ത് അവളെ വിളിച്ചു. അവൾ വഴി പറഞ്ഞു തന്നു. വീട്ടിലേക്ക് എത്തും വരെ എൻ്റെ ഉള്ളിലൊരു വേറിട്ട എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഹാർട്ട് നന്നായിട്ട് ഇടിക്കുന്നുണ്ടായിരുന്നു. ഇത്രയും ദിവസം കേട്ടുകൊണ്ടിരുന്ന ആളെ നേരി കാണുമ്പോൾ. അങ്ങനെ അവൾ പറഞ്ഞ വീടിൻ്റെ മുന്നിലെത്തി. ഞാൻ ബെല്ലടിച്ചു. കുറച്ച് സെക്കൻഡ് കഴിഞ്ഞ് വാതിൽ തുറന്നു. സത്യത്തിൽ അവളെ ആദ്യമായി കണ്ട നിമിഷം ഞാനൊന്ന് സ്റ്റക്കായിപ്പോയി. കാർത്തി പറഞ്ഞതിലും ഭംഗിയായിരുന്നു അവൾ. ഒരു ചുമന്ന നൈറ്റിയൊക്കെ ഇട്ട വീട്ടിലെ കംഫർട്ടിൽ നിന്നുകൊണ്ട് ആ ഡ്രസ്സ് എന്താ പറയുക, അതിങ്ങനെ ചേർന്ന് കിടപ്പുണ്ട്. നല്ല നിറമുണ്ട്. എല്ലാം കൂടെ ഒരു പ്രത്യേക ഭംഗി. മേക്കപ്പ് ഇട്ടിട്ടില്ല. എന്നിട്ടും അവളുടെ മൊത്തം ഞാനൊന്ന് കണ്ണിപ്പെട്ടു. നല്ല എന്താ പറയുക, ഒന്ന് സങ്കല്പിച്ച് നോക്കി. അത്രയ്ക്കും ഭംഗിയാണ് കാണാൻ. എല്ലാത്തിനും ഒരു പ്രത്യേക ആകർഷണം. ഒരു 36, 28, 36 അങ്ങനെ ഇതൊക്കെ എടുത്തിങ്ങനെ നിൽക്കുന്നുണ്ട്. എല്ലാം വ്യക്തമായിട്ട് തെളിഞ്ഞിരിക്കുന്നൊരു പ്രകൃതം. പ്രത്യേകിച്ച് എന്താ പറയുക, മൊത്തത്തിലൊരു സംഭവം തന്നെയായിരുന്നു. എനിക്കാണെങ്കിൽ അത് കണ്ടപ്പോൾ കണ്ണ് മാറ്റാൻ തന്നെ ബുദ്ധിമുട്ടായി. വീട്ടിൽ ക്യാഷിൽ തന്നെ നിന്നിരുന്നെങ്കിലും അവളിൽ എന്തോ വേറിട്ടൊരു ലുക്ക്. എന്തോ അതിനൊക്കെ മൊത്തത്തിൽ അങ്ങ് തിന്നാൻ തോന്നിപ്പോവും. സത്യത്തിൽ ഞാനൊരു പെണ്ണിനെ കാണുമ്പോൾ എന്താ പറയുക, കാലിലോട്ടൊക്കെ ശ്രദ്ധിക്കുന്ന ആദ്യമായിട്ടാണ്.
കാല് ഭംഗിയില്ലെങ്കിൽ എനിക്ക് പെട്ടെന്നൊന്ന് ഇതങ്ങാവും. അതൊരു വീക്ക്നെസ് പോലെ തന്നെ ആയിരുന്നു എന്ന് വേണം പറയാൻ. അവളെ നോക്കി നിൽക്കുമ്പോൾ തന്നെ എൻ്റെ കണ്ണ് പതുക്കെ താഴേക്ക് പോയി. നല്ല രസമുള്ള കാല്, നഖങ്ങളിലിട്ടിരിക്കുന്ന ചുവന്ന നെയിൽ പോളിഷ് നല്ല പെർഫെക്റ്റായിട്ട് ഡ്രസ്സുമായിട്ട് ചേരുന്നുണ്ടായിരുന്നു. കാലിലിട്ടിരുന്ന ലൈറ്റ് ഗോൾഡൻ പാദസരവും ആ കാലുകൾക്ക് വേറൊരു ഭംഗി തന്നിരുന്നു. ആ കാലുകളിലൊന്ന് എന്തെങ്കിലുമൊക്കെ കൊടുത്താലോ എന്നൊരു കൊതിച്ചു പോയി. ആ നിമിഷം സത്യത്തിൽ എൻ്റെ മൈൻഡ് ആകെ മാറിപ്പോയി. കാർത്തി ഇത്രയും ദിവസം പറഞ്ഞത് ഒട്ടും ഓവറല്ലാന്ന് എനിക്ക് മനസ്സിലായി. അവൾ ഓർഡറാണോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ വീണ്ടും ബോധത്തിലേക്ക് വന്നത്. ഞാൻ വേഗം ഓർഡർ എടുത്ത് അവൾക്ക് കൈമാറി. അവൾ പണം തന്ന ശേഷം ഒരു ക്യൂട്ട് ചിരിയോടെ താങ്ക്സ് പറഞ്ഞു. സത്യത്തിൽ അപ്പോഴും എൻ്റെ ശ്രദ്ധ മുഴുവൻ അവളിലാണ്. അവളുടെ ഭംഗി കണ്ടിട്ട് ഞാൻ തന്നെ ഒരു മയക്കത്തിൽ നിന്ന പോലെ ആയിരുന്നു. മാസ്ക് ധരിച്ചിരുന്നത് കൊണ്ട് ആൾക്കെൻ്റെ മുഖം അത്ര വ്യക്തമാകുന്നുണ്ടായിരുന്നില്ല. അതും എനിക്കൊരു ആശ്വാസമായി തോന്നി. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അവളെ നോക്കി എൻ്റെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ അവൾക്ക് നല്ലവണ്ണം മനസ്സിലായേനെ. അങ്ങനെ ഞാൻ പണം വാങ്ങി താങ്ക്സ് പറഞ്ഞു. പിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവളുടെ വീട്ടിൽ നിന്നിറങ്ങി. അവളുടെ വീട്ടിൽ നിന്നിറങ്ങിയ ഉടനെ ഞാൻ കാർത്തിയെ വിളിച്ചു. അളിയ, നീ പറഞ്ഞത് ശരിയായിരുന്നു. ശരിക്കും ഒരു ക്യൂന അവൾ. അവൻ അപ്പുറത്തുനിന്ന് ചിരിച്ചു. ഞാൻ വെറുതെ പറഞ്ഞതല്ല മച്ചാനെ. പിന്നെ കുറച്ചു നേരം മുഴുവൻ ഞങ്ങൾ അവളെക്കുറിച്ചായിരുന്നു സംസാരിച്ചത്. അവളുടെ ലുക്കും സംസാരിക്കുന്ന രീതിയും ചിരിയും എല്ലാം വീണ്ടും വീണ്ടും ഞങ്ങളിങ്ങനെ പറഞ്ഞിരുന്നു. അതിനുശേഷം അവളുടെ ഓർഡർ വരുമ്പോഴൊക്കെ അതെടുക്കാൻ ഞാനും കാർത്തിയും തമ്മിൽ ചെറിയ മത്സരമാവാൻ തുടങ്ങി. ഏകദേശം 2 ദിവസത്തിലൊരിക്കലെങ്കിലും അവൾ ഓർഡർ ചെയ്യും. ആദ്യ ദിവസങ്ങളിൽ അവൾ പണം ജിപേ ചെയ്യുമ്പോൾ എൻ്റെ നമ്പർ ചോദിക്കും. സഹിലല്ലേ എന്ന് ചോദിച്ചായിരുന്നു പണം അയക്കുന്നത്. പക്ഷേ ദിവസം കടന്നു പോകുന്നതോടെ അവൾക്കും എന്നെ തിരിച്ചറിയാൻ തുടങ്ങി. പിന്നെ ഞാൻ ഒന്നും പറയുന്നതിന് മുമ്പേ അവൾ ജിപേ വഴി പണം അയക്കും. ഞാൻ ഫുഡ് കൊടുക്കാൻ പോകുമ്പോഴൊക്കെ അവളൊരു പ്രത്യേക നോട്ടത്തോടെ എന്നെ നോക്കും. പിന്നെ ആ ക്യൂട്ട് ചിരി, അതൊക്കെ കണ്ടാൽ ആ ദിവസം മുഴുവൻ നല്ല നൈസായിരിക്കും. സത്യത്തിൽ അവളുടെ ഓർഡർ വന്നാൽ ആ ദിവസം എനിക്ക് വേറൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അവളെക്കുറിച്ച് കുറച്ച് നേരമെങ്കിലും കാണാമല്ലോ എന്ന ചിന്ത, അതുതന്നെ മതി. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവുകയായിരുന്നു. ഡെലിവറി ജോലി എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു തുടങ്ങി. പക്ഷേ ഒരു ദിവസം ചെറിയ പനിയും ശരീരവേദനയും വന്നു. അന്ന് കൊറോണ സമയമായതുകൊണ്ട് എനിക്ക് ആദ്യം തന്നെ പേടി തോന്നി. കോവിഡ് ആണോ എന്ന്. ഞാൻ ഒട്ടെന്നെ ഓഫീസിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞു. അവരും നല്ല രീതിയിൽ തന്നെയായിരുന്നു പെരുമാറിയത്. നീ ഒരു വാരം റെസ്റ്റ് എടുക്ക്, ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആണെന്നും ഫിറ്റാണെന്നും ഉറപ്പായിട്ട് വന്നാൽ മതി എന്നാണ് അവർ പറഞ്ഞ്. ഒരു കോവിഡ് ടെസ്റ്റ് ചെയ്തു. ഭാഗ്യത്തിന് റിസൾട്ട് നെഗറ്റീവായിരുന്നു. കോവിഡ് അല്ലെന്ന് മനസ്സിലായപ്പോഴാണ് ഒരാശ്വാസം തോന്നിയത്. പക്ഷേ ശരീരം ആകെ ക്ഷീണിച്ചിരുന്നു. 1 മാസം കഴിഞ്ഞും തുടർച്ചയായി ജോലി ചെയ്തത് കൊണ്ട് എനിക്ക് കുറച്ച് റെസ്റ്റ് വേണമെന്ന് തോന്നി. അങ്ങനെ ഞാനൊരു വാരം വീട്ടിൽ തന്നെ ഇരുന്നു. ഇടയ്ക്ക് കാർത്തിനെ വിളിച്ച് പനിയെക്കുറിച്ച് ചോദിക്കും. ഇപ്പം എങ്ങനെയുണ്ടടാ? ഇപ്പോൾ ഓക്കെയാ, ചെറിയ ക്ഷീണമുണ്ട്, കുറച്ച് റെസ്റ്റ് എടുത്ത് സെറ്റാവും ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു വാരം കഴിഞ്ഞ് ഞാൻ വീണ്ടും ജോലിക്ക് തിരിച്ച് ജോലിക്ക് വന്നതിൻ്റെ അടുത്ത ദിവസം തന്നെയാണ് എനിക്ക് അനുവിൻ്റെ ഓർഡർ കിട്ടിയത്. അവളുടെ പേര് സ്ക്രീനിൽ കണ്ട നിമിഷം തന്നെ എൻ്റെ മുഖത്ത് അറിയാതൊരു ചിരി വന്നു. ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം അവളെ വീണ്ടും കാണാനിരിക്കുക. ഞാൻ ഓർഡർ എടുത്ത് നേരെ അനുവിൻ്റെ വീട്ടിലേക്ക് വിട്ടു. ഇപ്പോഴേക്കും അവളുടെ വീട് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇത്തവണ വിളിക്കാതെ നേരെ ബെല്ലടച്ചു. കുറച്ച് സെക്കൻഡുകൾ കഴിഞ്ഞ് അവൾ വാതിൽ തുറന്നു. എന്നെ കണ്ടതും അവളുടെ മുഖത്ത് ചെറിയൊരു അതിശയവും സന്തോഷവും വന്ന പോലെ എനിക്ക് തോന്നി. അവൾ ഓർഡർ വാങ്ങാൻ മുന്നോട്ട് വന്നു. പതിവ് പോലെ എൻ്റെ കണ്ണ് അവളുടെ അവിടേക്ക് പോയി. അതൊക്കെ കണ്ട് അവൾ വിവാഹം കഴിഞ്ഞതാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഒരിക്കൽ വീട്ടിൽ മധ്യവയസ്കരനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഭർത്താവായിരിക്കുന്ന ഞാൻ ഉറപ്പാക്കിയത്. സത്യത്തിൽ അയാളോട് എനിക്ക് ചെറിയ അസൂയ പോലും തോന്നിയിരുന്നു. ഇങ്ങനൊരു ഭാര്യയെ കിട്ടിയതിൽ എനിക്ക് തോന്നുന്നതിൽ അനു ഒരു ഡ്രീം വൈഫ് മെറ്റീരിയൽ ആയിരുന്നു. അതും അവളേക്കാൾ പ്രായം കൂടിയ ആളായിരുന്നു അയാൾ.
പക്ഷേ ഇന്ന് വീട്ടിലൊരു പ്രത്യേക നിശബ്ദത. അകത്ത് ആരുടെയും ശബ്ദം ഒന്നും കേൾക്കുന്നില്ല. അവൾ വീട്ടിൽ ഒറ്റയ്ക്കാണെന്ന് എനിക്ക് തോന്നി. ഫുഡ് വാങ്ങുന്നതിനിടയിൽ പെട്ടെന്ന് എന്നെ നോക്കി ചോദിച്ചു, എവിടെയായിരുന്നു ഇത്രയും ദിവസം? ഒരു വാരത്തോളമായി കണ്ടില്ലല്ലോ. ആ ചോദ്യം കേട്ടപ്പോൾ ശരിക്കും ഞാനൊന്ന് അമ്പരന്നു. സത്യത്തിൽ അവൾ എന്നെ ശ്രദ്ധിച്ചിരുന്നു എന്നൊരു സന്തോഷവും അതേസമയം ചെറിയൊരു കൺഫ്യൂഷനും തോന്നി. ചെറിയ പനിയുണ്ടായിരുന്നു, അതുകൊണ്ടൊരു വാരം ഓഫ് എടുത്തതാ, ഞാൻ പറഞ്ഞു. അവൾ ഉടനെ ചോദിച്ചു, ഇപ്പോൾ ഓക്കെ ആണോ? കോവിഡ് ടെസ്റ്റ് ചെയ്തിരുന്നോ? ഞാൻ പറഞ്ഞു നെഗറ്റീവായിരുന്നു, ഇപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ അവൾ ചെറിയൊരു ആശ്വാസത്തോടെ തലകുലുക്കി. ഓക്കെ, എന്നാൽ സീയുന്നും പറഞ്ഞ് അവൾ ചെറിയൊരു ചിരിയോടെ അകത്തേക്ക് കയറി വാതിലടച്ചു. പക്ഷേ ഞാൻ തിരിച്ചു പോകുമ്പോൾ എൻ്റെ മനസ്സ് മുഴുവൻ അവളില്ല. എന്തിനവൾ എന്നെക്കുറിച്ച് ചോദിച്ച്? ഞാൻ വെറും ഒരു ഡെലിവറി ബോയല്ലേ? അല്ലെങ്കിൽ അവളും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ആ ദിവസം മുഴുവൻ അവളുടെ ചോദ്യം നിന്നായിരുന്നു എൻ്റെ മനസ്സിൽ തിരിഞ്ഞുകൊണ്ടിരുന്നത്. അടുത്ത ദിവസം ഞാനൊരു ഹോട്ടലിൽ നിന്ന് ഓർഡർ പിക്ക് ചെയ്യാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് അനുവിനെ അവിടെ കാണുന്നത്. കൂടെ അവളുടെ ഭർത്താവും ഉണ്ടായിരുന്നു. മുമ്പ് അവളുടെ വീട്ടിൽ കണ്ട അതേ ആൾ. അവർ ഭക്ഷണം കഴിക്കാൻ വന്നതാണെന്ന് തോന്നി. അവൾ ഫോണിൽ ആരോടോ സംസാരിച്ച് തിരക്കില്ല. അനു പെട്ടെന്ന് എന്നെ കണ്ടതും മുഖത്ത് ചിരി. ഞാൻ ശരിക്കും നമ്പരുന്നു. കാരണം വീട്ടിന് പുറത്തായി, അതും അവളുടെ ഭർത്താവിൻ്റെ മുന്നിൽ വെച്ച്. അവൾ എന്നെ മൈൻഡ് ചെയ്യുന്ന ഞാൻ കരുതിയിരുന്നില്ല. അവൾ നേരെ എൻ്റെ അടുത്തേക്ക് വന്ന് സംസാരിച്ചു. നീ സാഹിലല്ലേ? അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ തലകുലുക്കി. അവൾ വീണ്ടും ചിരിച്ചു. ആദ്യമായിട്ടാണ് മാസ്ക് ഇല്ലാതെ കാണുന്നത്. പക്ഷേ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അത് കേട്ടപ്പോൾ എനിക്കുള്ളിൽ വേറൊരു ഫീലായിരുന്നു. സത്യത്തിൽ ഡെലിവറി സമയത്ത് ഞാൻ എപ്പോഴും ഹെൽമറ്റും മാസ്കും ധരിച്ചിരുന്നതിനാൽ അവൾക്ക് എൻ്റെ കണ്ണ് മാത്രമേ വ്യക്തമായിട്ട് കാണാറുള്ളൂ. അവൾ എന്നെ അതിലൂടെ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ അറിയാതെ തന്നെ ഒരു സന്തോഷം തോന്നി. അപ്പോഴേക്കും അവളുടെ ഭർത്താവ് അവളെ വിളിച്ചു. അവൾ എന്നെ നോക്കി ചെറിയൊരു ചിരിയോടെ കൈവീശി. എന്നെ കാണാം, വിളിക്കുന്നുണ്ട് എന്നെ, ബൈ എന്നും പറഞ്ഞ് അവൻ്റെ കൂടെ കാറിലേക്ക് നടന്നു. ഞാനാണെങ്കിൽ അവർ പോകുന്നത് നോക്കി കുറച്ചു നേരം അവിടെ തന്നെ അങ്ങ് നിന്നു. അന്ന് ഹോട്ടലിൽ വെച്ച് അനുവിനെ കണ്ട സംഭവം എൻ്റെ മനസ്സിൽ കുറേ നേരം നിന്നു. സത്യത്തിൽ അവളെന്നെ അത്ര ശ്രദ്ധിക്കുന്നു ഞാൻ കരുതിയിരുന്നില്ല. പക്ഷേ ജീവിതം അവിടെ നിർത്തിയില്ല. ഡെലിവറി ജോലിയിൽ ഓരോ ദിവസവും ഓരോ അനുഭവങ്ങളായിരുന്നു. ചില ദിവസങ്ങളിൽ നല്ല ടിപ്പും കിട്ടും, ചില ദിവസങ്ങളിൽ മഴയിൽ നനഞ്ഞ് വണ്ടി ഓടിക്കണം. ചില വീടുകളിൽ ആളുകൾ വളരെ സ്നേഹത്തോടെ പെരുമാറും. ചിലർ വാതിൽ തുറത്ത് ഫുഡ് വാങ്ങി ഒരു തോക്ക് പോലും നോക്കാതെ അടയ്ക്കും. ഒരു ദിവസം രാത്രി ഡെലിവറി പോകുമ്പോൾ ഒരു കോളേജ് പെൺകുട്ടികളുടെ ഫ്ലാറ്റിൽ ഓർഡർ കിട്ടി. ബെല്ലടിച്ചപ്പോൾ അകത്ത് നിന്ന് മുഴുവൻ ചിരിയും ബഹളവും കേൾക്കാം. വാതിൽ തുറന്നതൊരു പെൺകുട്ടിയായിരുന്നു. പിന്നിൽ 4-5 പേര് കൂടിയിരുന്ന സിനിമ കാണുന്നുണ്ട്. ചേട്ടാ, ഒരു മിനിറ്റ് എന്നും പറഞ്ഞ് അവൾ അകത്തേക്ക് പോയി. ഞാൻ പുറത്ത് നിൽക്കുമ്പോൾ അകത്തുനിന്ന് ഒരുത്തി പറഞ്ഞു, ഡെലിവറി ബോയ് ക്യൂട്ടാണല്ലോ. അത് കേട്ടപ്പോൾ ഞാൻ ചിരി ഒളിപ്പിച്ച് നിന്നു. കുറച്ച് കഴിഞ്ഞ് അവൾ വന്ന് പണം തന്നു. പോകുമ്പോൾ പിന്നിൽ നിന്നെടുത്തി താങ്ക് യു ചേട്ടാ എന്ന് നീട്ടി വിളിച്ചു. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളായിരുന്നു ആ ജോലിയുടെ രസം. വീട്ടിൽ കുത്തിയിരുന്ന് മടുത്ത എനിക്ക് ഓരോ ദിവസവും പുതിയ ആളുകളെയും പുതിയ അനുഭവങ്ങളെയും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ നടക്കുമ്പോഴും അനുവിൻ്റെ ഓർഡർ വന്നാൽ എനിക്കിന്നും വേറൊരു ഫീൽ തന്നെയാണ്. അങ്ങനെ ഓരോ ദിവസവും ഓരോ അനുഭവങ്ങളുമായി ജോലി മുന്നോട്ട് പോവുകയായിരുന്നു. ചില സംഭവങ്ങൾ പിന്നീട് ഓർത്താലും ചിരി വരുന്നതായിരുന്നു. ചിലത് ആലോചിച്ചാൽ ഇപ്പോഴും ഒരിത്. അങ്ങനെ ഇരിക്കൊരു ദിവസം വൈകുന്നേരം ഞാനൊരു വീട്ടിൽ ഡെലിവറി കൊടുക്കാൻ പോയി. ബെല്ലടിച്ചപ്പോൾ ഒരു പ്രായമായ ആൻറ്റിയാണ് വാതിൽ തുറന്നത്. ഫുഡ് വാങ്ങിയ ശേഷം അവർ മോനെ ക്യാഷ് എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് അകത്തേക്ക് പോയി. പോകുമ്പോൾ വാതിൽ പൂർണ്ണമായി തുറന്നിട്ടായിരുന്നു പോയത്. ഞാൻ പുറത്തുനിന്ന് നിൽക്കുമ്പോൾ ആ തുറന്ന വാതിലിലൂടെ വീടിനുള്ളിലൊരു റൂം എനിക്ക് വ്യക്തമായിട്ട് കാണാം. അപ്പോഴാണ് അകത്തെ വാഷ്റൂമിൽ നിന്നൊരു പെണ്ണ് പുറത്തേക്ക് വന്നത്. കുളി കഴിഞ്ഞ പോലെ തോന്നി. ബാത്റൂമായിരുന്നു വേഷം. അത് മാത്രമായിരുന്നു വേഷം. കണ്ട ഒരു 19 വയസ്സൊക്കെ തോന്നും. ചെറുപ്പവും അതേസമയം ഒരു അടിപൊളി ഒരു അതൊക്കെ തന്നെ. കാണാൻ നമ്മുടെ മറ്റേ അനശ്വരയില്ലേ, അനശ്വര
അനശ്വര രാജൻ്റെ രൂപം. അവൾ പുറത്തിറങ്ങി വന്ന ഉടനെ തന്നെ എന്നെ ശ്രദ്ധിച്ചു. ഞാൻ പുറത്തേക്കുന്നത് അവൾക്ക് വ്യക്തമായിട്ട് കാണാം. പക്ഷേ സാധാരണ പോലെ വാതിലടയ്ക്കാനോ മറയാനോ അവൾ ശ്രമിച്ചില്ല. പകരം മിററിൻ്റെ മുന്നിൽ പോയി നിന്നു. എന്നിട്ട് മെല്ലെ കാലിൽ ലോഷൻ പുരട്ടാൻ തുടങ്ങി. നല്ല സ്ലിമ്മാട്ടാ, കാണാനൊക്കെ രസമാണ്, പ്രത്യേകിച്ച് കാല്. അത് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് മാറ്റാൻ എനിക്ക് ബുദ്ധിമുട്ടായി. ലോഷനും കൂടെ ആയപ്പോൾ വേറൊരു ഭംഗി തന്നെ തോന്നി. മിററിലേക്ക് നോക്കി നിൽക്കുമ്പോഴും ഇടയ്ക്കിടെ അതിലൂടെ എന്നെ നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഒരു കുസൃതിയുള്ള ഒരു ഒരു നോട്ടം. അത് തന്നെ. ഞാൻ നോക്കുന്നത് അവൾ ആസ്വദിക്കുന്നുണ്ടോ എന്ന പോലെ എനിക്ക് തോന്നി. ആ നിമിഷം എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത അവസ്ഥയായിരുന്നു. പുറത്തുനിന്ന് നിൽക്കുമ്പോഴും എൻ്റെ ഹാർട്ട് നന്നായിട്ട് ഇടിക്കുന്നുണ്ട്. കണ്ണ് മാറ്റണം എന്ന് തോന്നും, പക്ഷേ വീണ്ടും അവിടേക്ക് തന്നെ പോകും. കുറച്ച് കഴിഞ്ഞ് ആ ആൻറ്റി പണം കൊണ്ടുവന്നു. ഞാൻ വേഗം പണവും വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി. പക്ഷേ വണ്ടി ഓടിച്ചു പോകുമ്പോഴും മിററിലൂടെ എന്നെ നോക്കി അവളുടെ നോട്ടം എൻ്റെ മനസ്സിൽ തന്നെ നിന്നു. വീട്ടിലെത്തിയിട്ടും എൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും വന്നത് അവളുടെ നോട്ടമായിരുന്നു. മിററിലൂടെ ഇടയ്ക്കിടെ എന്നെ നോക്കിയത്, ആ ലോഷൻ പുരട്ടിയതൊക്കെ. സത്യത്തിൽ അത് യാദൃശ്ചികമാണോ അല്ലെങ്കിൽ അവൾ മനഃപൂർവ്വം എന്നെ ടീസ് ചെയ്തതാണോ എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പായിരുന്നു, അവൾക്ക് ഞാനവിടെ നിൽക്കുന്നത് നന്നായിട്ട് അറിയാം. ആ പ്രായത്തിലുള്ള പല പെൺകുട്ടികളിലും കാണുന്നൊരു നാണം അത് അവൾക്കില്ലായിരുന്നു. പകരം ഒരു കോൺഫിഡൻസും കുസൃതിയും. ഞാൻ നോക്കുന്നത് അവൾ ആസ്വദിക്കുന്നുണ്ടാവും അല്ലേ? ഇനി അവളെക്കുറിച്ച് പറയാം. പേര് പിന്നീട് എനിക്ക് മനസ്സിലായതാ, മറിയ എന്നായിരുന്നു. എൻ്റെ ഓർഡറിലുള്ള നെയിം അത് തന്നെയായിരുന്നു. ആ ആൻറ്റിയുടെ മകളായിരുന്നു അവൾ. ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുകയായിരുന്നു. കൊറോണ കാരണം കോളേജ് ലൈഫ് മുഴുവൻ ഓൺലൈനായി മാറിയതോടെ വീട്ടിലിരുന്ന് ബോറടിച്ചായിരുന്നു അവളുടെ ദിവസങ്ങൾ കടന്നു പോയത്. മറിയയ്ക്ക് ചെറുപ്പം മുതൽ തന്നെ തൻ്റെ ഭംഗിയെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നു. സ്കൂളിലും കോളേജിലും ആൺകുട്ടികൾ അവളെ നോക്കുന്നതും ശ്രദ്ധിക്കുന്നതും അവൾക്ക് പുതുമയുള്ള കാര്യമല്ല. പക്ഷെ അതിൽ അവൾക്കൊരു ഇഷ്ടമുണ്ടായിരുന്നു. അവൾ പുറത്തേക്ക് അധികം സംസാരിക്കുന്ന ടൈപ്പല്ല. വീട്ടുകാർക്കും നാട്ടുകാർക്കും മുന്നിൽ ഒരു പാവം ശാന്തയായ പെൺകുട്ടി പോലെ തന്നെയായിരുന്നു പുള്ളി. പക്ഷേ ഉള്ളിൽ നല്ല കുസൃതിയും ആൾക്കാരുടെ അറ്റൻഷൻ ഇഷ്ടമുള്ള സ്വഭാവവും തന്നെ. പ്രത്യേകിച്ച് വീട്ടിലൊറ്റയ്ക്കിരിക്കുമ്പോൾ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് സ്വന്തം ഭംഗി നോക്കിയും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കിയും സമയം ചിലവാക്കുന്നത് അവൾക്കിഷ്ടമായിരുന്നു. ആരെങ്കിലും തന്നെ നോക്കുന്നത് ഒക്കെ ശ്രദ്ധിക്കുന്നത് അതൊക്കെ അവൾ ആരും അറിയാതെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അവൾക്ക് ആരും ഇല്ലെങ്കിൽ കണ്ണാടിയുടെ മുന്നിലിരുന്ന് അവൾ തന്നെ ഭംഗി നോക്കി സ്വയം പരിപാടി അതൊരു ശീലം തന്നെ ആയിരുന്നു. അന്ന് ഞാൻ അവരുടെ വീട്ടിൽ വന്നപ്പോൾ നല്ല രീതിക്ക് ഒന്ന് ആക്കാൻ ബാത്റൂമിൽ പോയതാ പുള്ളി. അപ്പോഴാണ് എൻ്റെ ശബ്ദം കേട്ടത്. പെട്ടെന്ന് എന്താ അവിടെ നിന്ന് ഇറങ്ങി ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. ഒറ്റ നോട്ടത്തിൽ തന്നെ അവനെ അവൾക്ക് ഇഷ്ടമായി. കൊറോണ കാരണം ഇപ്പോൾ ആൺപിള്ളേരെ കാണാത്ത അവസ്ഥയാണല്ലോ. അപ്പോൾ എന്നെ അങ്ങ് ഇഷ്ടമായതോടുകൂടി നല്ല രീതിക്ക് ഓണായി നിന്ന് അവൾ മനസ്സിലൊരു കുസൃതി തോന്നി. അവൾ മമ്മി കാണാതെ മെല്ലെ ബാത്റൂമിൽ തെറിച്ച് വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി. ഞാൻ കാണ രീതിയിൽ നിന്നു. എന്നിട്ട് പഠിച്ചു നിന്നപ്പോഴേക്കും അവൾക്ക് കുറച്ചും കൂടി ഒരു ഊർജ്ജം കിട്ടി. ഹെൽമെറ്റും മാസ്കും ധരിച്ച് നിൽക്കുന്ന എന്നിൽ അവൾക്ക് വ്യക്തമായിട്ട് കാണാനായത് എൻ്റെ കണ്ണ് മാത്രമാണ്. പക്ഷേ എൻ്റെ ആകാംക്ഷ കണ്ടവൾ വാതിലടയ്ക്കാതെ പതുക്കെ കണ്ണാടിയുടെ മുന്നിലെത്തി. എൻ്റെ നോട്ടം അവിടേക്കാന്ന് അവൾക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് സത്യത്തിൽ മരിയയ്ക്ക് സ്വന്തം ഇതിനോടൊരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. കാലേ അതുതന്നെ. പലപ്പോഴും നെയിൽ പോളിഷ് ഇടുകയും ലോഷൻ പുരട്ടി സോഫ്റ്റായി സൂക്ഷിക്കുകയൊക്കെ ചെയ്യും. ആരെങ്കിലും അത് ശ്രദ്ധിച്ച് അവൾക്കുള്ളിലൊരു സന്തോഷവും തോന്നും. അതുകൊണ്ടാണ് അവൾ മെല്ലെ ലോഷൻ പുരട്ടാൻ തുടങ്ങിയത് കാലുമ്മേ. ഇടയ്ക്കിടെ മിററിലൂടെ എന്നെ നോക്കിയതും വെറുതെ ഇല്ലായിരുന്നു എൻ്റെ പ്രതികരണം കാണാൻ. ഞാൻ കണ്ണു മാറ്റുമോ അല്ലെങ്കിൽ നോക്കി നിൽക്കുമോ എന്നറിയാൻ. ഞാൻ അവളെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾക്കുള്ളിലൊരു ചെറിയ ആവേശം തോന്നി.
ഒരു അപരിചിതനായ ഡെലിവറി ബോയ് തൻ്റെ ഭംഗി ആസ്വദിച്ച് നോക്കുന്നത് അവൾ നന്നായിട്ട് രസിച്ചു. അവൾക്ക് നല്ല രീതിക്ക് എന്നതായി, നല്ല രീതിക്ക്. അപ്പോഴേക്കും മമ്മി എത്തി ക്യാഷും കൊടുത്തയച്ചു. ഞാൻ പോയ ഉടനെ അവൾ വീണ്ടും വാഷ്റൂമിലേക്ക് പോയി. എന്നിട്ട് എന്താ പറയുക, ഇതുവരെ കിട്ടാത്തൊരു ഫീലിലൂടെ അവൾ അങ്ങനെ സ്വയം പരിപാടി നടത്തി. എത്ര ആക്കിയിട്ട് അവൾക്ക് മതിയാവുന്നുണ്ടായിരുന്നില്ല. അവസാനം മൊത്തത്തിലങ്ങ് പരിപാടിയും കഴിഞ്ഞ് ഇറങ്ങി. ഞാൻ മരിയയുടെ വീട്ടിലേക്ക് ആദ്യമായിട്ടായിരുന്നു പോയിരുന്നത്. പക്ഷേ അന്ന് കഴിഞ്ഞതോടെ വീണ്ടും അവിടേക്ക് ഓർഡർ വരുമോ എന്ന് ഞാൻ അറിയാതെ കാത്തിരിക്കാൻ തുടങ്ങി. ഡെലിവറി ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴൊക്കെ ആ ഏരിയയിൽ നിന്ന് ഓർഡർ വരുന്നതും നോക്കും. വേറെ ഏതെങ്കിലും ഡെലിവറി ബോയ്ക്ക് പോകാതിരിക്കട്ടെ എന്ന മനസ്സിൽ. ഇടയ്ക്ക് അനുവിൻ്റെ ഓർഡറുകളും എനിക്ക് കിട്ടുമായിരുന്നു. അവളുമായുള്ള ചെറിയ കണക്ഷൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരുന്നു. ഞാൻ ഫുഡ് എടുക്കാൻ പോകുമ്പോഴൊക്കെ അവൾ പഴയ പോലെ ചെറിയ നോട്ടങ്ങളും ക്യൂട്ട് ചിരിയും തരും. ചിലപ്പോൾ ഞാൻ പോകുമ്പോൾ വാതിലടയ്ക്കുന്നതിന് മുമ്പ് ഒന്ന് തിരിഞ്ഞു നോക്കും. മരിയയുടെ കാര്യത്തിൽ ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അവൾ ചെയ്തത് വെറുത്തൊരു കളിയാണോ അല്ലെങ്കിൽ എന്നെ ശരിക്കും ടീസ് ചെയ്തതാണോ എന്ന് എനിക്ക് അറിയണമെന്ന് തോന്നി. അന്ന് മുതൽ ആ വീട്ടിലേക്കുള്ള ഓരോ ഓർഡറിനും ഞാൻ വേറൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. വണ്ടി ഓടിച്ച് പോകുമ്പോൾ പോലും മനസ്സിലെ മിററിലൂടെ നോക്കി നോട്ടം തന്നെ വരും. സത്യത്തിലൊരു ഡെലിവറി ബോയുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചെറിയ മൊമെൻറ്റ്സ് തന്നെയാണ് ദിവസം മുഴുവൻ ഓർമ്മയിൽ നിൽക്കുന്നത്. ചില ആളുകളൊരു ഫുഡ് വാങ്ങി വാതിലടയ്ക്കും, പക്ഷേ ചിലർ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിൽ കയറി നിൽക്കും. മറിയ അങ്ങനെ എൻ്റെ മനസ്സിൽ പതിയെ ഇടം പിടിക്കാൻ തുടങ്ങി. അവളുടെ ഓർഡർ വീണ്ടും വരുമോയെന്ന് ഞാൻ കാത്തിരിക്കുമ്പോഴും അങ്ങനെ സംഭവിച്ചു. 2 ദിവസം കഴിഞ്ഞ് ഞാൻ പതിവ് പോലെ ഓർഡർ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും ആ പേര് സ്ക്രീനിൽ തെരഞ്ഞത്. മറിയ. ആ പേര് കണ്ട നിമിഷം തന്നെ എൻ്റെ ഉള്ളിലൊരു എക്സൈറ്റ്മെൻറ്റ് കയറി. അറിയാതെ തന്നെ മുഖത്തൊരു ചിരിയും. ഞാൻ വേഗം ഹോട്ടലിൽ നിന്ന് ഫുഡ് എടുത്ത് അവളുടെ വീട്ടിലേക്ക് വിട്ടു. വഴിയൊക്കെ പോകുമ്പോഴും മനസ്സിൽ അവളെ ആയിരുന്നു. കഴിഞ്ഞ തവണ മിററിലൂടെ നോക്കിയ നോട്ടം വീണ്ടും വീണ്ടും ഓർമ്മ വന്നു. വീട്ടിലെത്തി ബെല്ലടിച്ചു. കുറച്ച് സെക്കൻഡ് കഴിഞ്ഞ് വാതിൽ തുറന്നത് മറിയായിരുന്നു. പക്ഷേ ഇത്തവണ അവളുടെ അമ്മയും കൂടെ ഉണ്ടായിരുന്നു. ഒരു ലൂസ് ടീഷർട്ടും ചെറിയ ഷോർട്ട്സായിരുന്നു വേഷം. നീളമുള്ള കാലി. എന്തോ എൻ്റെ കണ്ണവിടേക്കാണ് പോയെ. ഫുഡ് വാങ്ങാൻ കഴിഞ്ഞിട്ടിയപ്പോൾ അറിയാതെ എൻ്റെ ഇതൊന്ന് അവളിമേ തട്ടി. ആ ചെറിയ സ്പർശം പോലും എൻ്റെ ഉള്ളിലൊരു എത്തുണ്ടാക്കി. അതേസമയം അവളുടെ അമ്മ പെട്ടെന്ന് ക്യാഷ് എടുത്ത് എനിക്ക് നീട്ടി. ഞാൻ പണം വാങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും മറിയയുടെ കണ്ണുകൾ എന്നില. ഇടയ്ക്കിടെ ഒരു കുസൃതിയുള്ള ചിരി. ഞാൻ അവളുടെ മൊത്തം നോക്കി. നല്ല രീതിക്ക് വ്യക്തമായിട്ടൊന്ന് ശ്രദ്ധിച്ചു. പക്ഷേ അതിലവൾക്കൊരു നാണവോ അസ്വസ്ഥതയോ തോന്നുന്നില്ല. പകരം അവളത് എൻജോയ് ചെയ്യുന്ന പോലെയായിരുന്നു. ചിലപ്പോൾ അവൾ ആ ടീഷർട്ടൊക്കെ ഒന്ന് ഇതാക്കും, ചിലപ്പോൾ കാലൊന്ന് നീക്കും. അങ്ങനെ ഒരു ചെറിയ മൊമെൻ്റ് പോലും എൻ്റെ ശ്രദ്ധ അവളിലേക്ക് പിടിച്ചു നിർത്തുന്നത് പോലെയായിരുന്നു. ഞാൻ അവളെ നോക്കുമ്പോഴൊക്കെ അവൾ നേരെ കണ്ണിലേക്ക് നോക്കും. പിന്നെ ചെറിയൊരു സ്മൈൽ. ആ സ്മൈൽ കണ്ടാൽ തന്നെ എൻ്റെ ഹാർട്ട് വേഗത്തിലിടിക്കും. ഓർഡർ അവളുടെ പേരിലായിരുന്നു. അതായത് നമ്പറും അവളുടേതായിരിക്കും എനിക്കിത് ഉറപ്പായി. വീട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എൻ്റെ മനസ്സ് മുഴുവനും അവളുടെ ചിന്തയായിരുന്നു. അവൾ മനഃപൂർവ്വം ടീസ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഞാൻ ഓവർ തിങ്ക് ചെയ്യുന്നതാണോ? ഒരു നിമിഷം അവളെ ടെസ്റ്റ് ചെയ്യണോ, കോൾ ചെയ്യണോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. പക്ഷെ പിന്നെ പേടി തോന്നി. എന്തെങ്കിലും തെറ്റായിപ്പോയാൽ, അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു കംപ്ലൈൻറ്റ് വന്നാൽ ഈ ജോലിയും പോകും. പിന്നെ വീണ്ടും വീട്ടിൽ കുത്തിയിരുന്ന് ഒന്നും ചെയ്യാതെ കഴിയേണ്ടി വരും. കൊറോണ സമയത്ത് ഈ ജോലി എനിക്കൊരു രക്ഷ പോലെ ആയിരുന്നു. അതുകൊണ്ട് എത്ര അട്രാക്ഷൻ ഉണ്ടായാലും ഞാനൊരു ലിമിറ്റ് കിടക്കാൻ പേടിച്ചിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയി. ഇടയ്ക്ക് അനുവും മറുവശത്ത് മരിയയും. 2 പേരും എൻ്റെ മനസ്സിൽ ഓരോ രീതിയിൽ ഇടം പിടിച്ചു തുടങ്ങി. അവരുടെ ഓർഡർ കാണുമ്പോൾ തന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ഓട്ട. അങ്ങനെ ഒരു ഞായറാഴ്ച ദിവസം ഓർഡറുകൾ ഭയങ്കര ഓവർലോഡായിരുന്നു. കൊറോണ സമയമായതുകൊണ്ട് എല്ലാവരും വീട്ടിലിരുന്ന് ഓർഡർ ചെയ്യുക. രാവിലെ മുതൽ ഞാൻ തുടർച്ചയായിട്ട് വണ്ടി ഓടിക്കുകയായിരുന്നു. ഉച്ച കഴിഞ്ഞ് 3 മണിയാകുമ്പോഴും എനിക്ക് ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടിയിരുന്നില്ല.
വണ്ടി നിർത്തിന്ന് വെള്ളം കുടിക്കുമ്പോഴാണ് ഒരു അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വന്നത്. ഞാൻ വേഗം ഫോൺ എടുത്തു. ഹലോ. അപ്പുറത്തുനിന്നൊരു പെൺ ശബ്ദം. സാഹിലല്ലേ? ആ ശബ്ദം കേട്ട നിമിഷം തന്നെ എനിക്ക് മനസ്സിലായി, മറിയ. സത്യത്തിൽ ഞാനൊന്ന് പകച്ചു പോയി. അവളെന്നെ വിളിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ആ ആ സാഹില, ഞാനന്ന് തപ്പിത്തടഞ്ഞ് പറഞ്ഞു. അവൾ ചെറിയൊരു ചിരിയോട് ചോദിച്ചു, ഇന്നെന്താ എൻ്റെ ഓർഡർ ഡെലിവറി ചെയ്യാൻ വരാന്നേ? ആ ചോദ്യം കേട്ടപ്പോഴാണ് ഇന്ന് അവൾ ഓർഡർ ചെയ്തിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. അയ്യോ, ഇന്ന് താൻ ഓർഡർ ചെയ്തായിരുന്നോ? ഇന്ന് നല്ല റഷാണ്, ഓർഡറൊക്കെ വേറെ സൈഡിലേക്കായിപ്പോയി ഞാൻ പറഞ്ഞു. അവളുടനെ പറഞ്ഞു, എനിക്കതൊന്നും അറിയണ്ട, എപ്പോഴും എൻ്റെ ഓർഡർ നീ തന്നെയാണ് ഡെലിവറി ചെയ്യേണ്ടത്. അത് കേട്ട നിമിഷം എനിക്കൊരു ആകാംക്ഷ തോന്നി. മുഴുവൻ ക്ഷീണവും ഒരുമിച്ച് പോയ പോലെ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെയാണേ അടുത്ത തവണ ഓർഡർ ചെയ്യുമ്പോൾ എന്നെ ഒന്ന് കോൾ ചെയ്താൽ മതി. ശരി, അവൾ പതുക്കെ പറഞ്ഞു. പിന്നെ ചെറിയൊരു സൈലൻസ്. എന്നാ ബിസിയാണല്ലോ, ക്യാരി ഓൺ എന്നും പറഞ്ഞ് അവൾ കോള് കട്ട് ചെയ്തു. പക്ഷേ ഫോൺ വെച്ചിട്ടും കുറച്ച് നേരം ഞാൻ അവിടെ തന്നെ നിന്നു. മറിയ എന്നെ മിസ് ചെയ്തോ, അല്ലെങ്കിൽ അത് വെറും ടീസ് തന്നെയാണോ? എന്നാലും ആ ദിവസം മുഴുവൻ ഞാൻ വേറൊരു ഹാപ്പിനെസ്സിലായിരുന്നു. അതിനുശേഷം മറിയയുടെ ഓർഡറുകൾ കൂടി തുടങ്ങി. മുമ്പ് 2-3 ദിവസത്തിലൊരിക്കലായിരുന്നെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യും. ഓർഡർ ചെയ്താൽ കുറച്ച് കഴിഞ്ഞ് എൻ്റെ ഫോണിലേക്ക് ഒരു മിസ് കോൾ വരും. നമ്പർ കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാകും, മറിയ. അതവളുടെ ചെറിയ സിഗ്നലായിരുന്നു, ഈ ഓർഡർ നീ തന്നെ എടുത്തോളണം എന്ന പോലെ. സത്യത്തിൽ അതെനിക്ക് വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റ് തന്നിരുന്നു. എത്ര ബിസി ആയാലും അവളുടെ ഓർഡർ ഞാൻ തന്നെ ട്രൈ ചെയ്തെടുക്കും. ഓരോ തവണയും അവളെ കാണുമ്പോൾ അവളുടെ ഡ്രസ്സിങ് സ്റ്റൈൽ മാറും. ചില ദിവസങ്ങളിൽ ക്രോപ്പൺ ജീൻസും, ചിലപ്പോൾ വീട്ടിൽ ധരിക്കുന്ന ലൂസ് നൈറ്റി, ചിലപ്പോൾ ഓവർ സൈസ്ഡ്. ഒരു ദിവസം അവളൊരു ലൈറ്റ് കളർ ടീഷർട്ട് ഇട്ടായിരുന്നു വന്നത്. അകത്തില്ല എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. അതിലൂടെ നന്നായിട്ട് കാണുകയും ചെയ്യും. എടുത്ത് നിൽക്കുന്നുണ്ടേ. പക്ഷേ അതിലും കൂടുതൽ എനിക്ക് ഫീലായത് അവളുടെ ബിഹേവിയറായിരുന്നു. ആളൊരിക്കലും ഡയറക്റ്റായിട്ടൊന്നും കാണിക്കില്ല, പക്ഷേ ഞാൻ നോട്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പോലെ ചെറിയ ടീസിങ് ഉണ്ടാകും. വാതിൽ തുറക്കുന്നതിന് മുമ്പ് ആളെപ്പോഴും അകത്തേക്കൊന്ന് നോക്കും, അമ്മ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ. അമ്മ കിച്ചണിലാണോ റൂമിലാണോ എന്ന് ഉറപ്പാക്കിയ ശേഷം അവൾ എൻ്റെ അടുത്തേക്ക് വരിക. ചിലപ്പോൾ ഫുഡ് വാങ്ങുമ്പോൾ മനഃപൂർവ്വം കുറച്ച് അടുത്ത് നിൽക്കും. ചിലപ്പോൾ കണ്ണി നോക്കി പതുക്കെ ഇങ്ങനെ ചിരിക്കും. ഞാൻ അവളെ നോക്കി നെർവസ് ആകുന്നത് അവൾക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് പതിയെ മനസ്സിലായി തുടങ്ങി. ആദ്യമായിട്ടാണ് എനിക്കിങ്ങനൊരു എക്സ്പീരിയൻസ്. അതുകൊണ്ട് എങ്ങനെ മുമ്പിലേക്ക് കൊണ്ടുപോകണമെന്ന് എനിക്കറിയില്ല. പോകുന്നവരെ പോട്ടെ എന്ന് ഞാനും കരുതി. അങ്ങനെ മറിയുടെ കാര്യങ്ങൾ ഒരു വശത്ത് പോകുമ്പോഴും അനുവുമായുള്ള ചെറിയ അടുപ്പം പഴയ പോലെ തന്നെ തുടർന്നുണ്ടായിരുന്നു. ഒരു ദിവസം അനുവിൻ്റെ ഓർഡർ എനിക്ക് കിട്ടി. ഞാൻ ഫുഡ് എടുത്ത് അവളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലായിരുന്നു പെട്ടെന്ന് അനുവിൻ്റെ ഫോൺ വന്നത്. ആൾ നേരിട്ട് വിളിക്കുന്നത് തന്നെ എനിക്കൊരു സർപ്രൈസായിരുന്നു. ഹലോ. ഞാൻ ഫോൺ എടുത്തു. സാഹിൽ, ഒരു സഹായം ചെയ്യാവോ? അവളുടെ ശബ്ദത്തിൽ ചെറിയൊരു തിരക്ക്. എന്താ സംഭവിച്ചേ? ഞാൻ ചോദിച്ചു. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരുമോ? അത്യാവശ്യം, വീട്ടിലേക്ക് ഗസ്റ്റ് വരുന്ന വഴിയിലാണ്, ആൾ പറഞ്ഞു. ഞാൻ ഒട്ടും ആലോചിക്കാതെ ഓക്കെ പറഞ്ഞു. എന്തൊക്കെയാണ് വേണ്ടേ? ഞാൻ വാട്സപ്പിൽ അയക്കാം, ആൾ പറഞ്ഞു. കോള് കട്ട് ചെയ്തതിന് ശേഷം കുറച്ചേരം ഞാൻ ഫോണിലേക്ക് തന്നെ നോക്കി നിന്നു. അത് ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെ വ്യക്തിപരമായി എന്തെങ്കിലും ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിൽ ഒരു വേറിട്ട സന്തോഷം. കുറച്ച് കഴിഞ്ഞ് അവളുടെ വാട്സപ്പ് മെസ്സേജ് വന്നു. ഞാൻ നമ്പർ സേവ് ചെയ്തിരുന്നെങ്കിലും പ്രൊഫൈൽ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഒരു ചിരി വന്നു. അവളയച്ച സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ നോക്കി. വഴിയിലുണ്ടായിരുന്നൊരു കടയിൽ കയറി എല്ലാം വാങ്ങി. അതൊക്കെ എടുത്ത് ഞാൻ നേരെ അവളുടെ വീട്ടിലേക്ക് വിട്ടു. ബെല്ലടിച്ചതും അനു വേഗം വാതിൽ തുറന്നു. വീട്ടിൽ നല്ല തിരക്കുള്ള പോലെ തോന്നി. അകത്ത് ആളുകളുടെ ശബ്ദവും ഒക്കെ കേൾക്കാം. കിട്ടിയോ? അവൾ ചെറിയൊരു ആശ്വാസത്തോടെ ചോദിച്ചു. ഞാൻ കവർ അവൾക്ക് കൊടുത്തു. അവളതെല്ലാം വേഗം വാങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും മുഖത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. താങ്ക് യു സാഹിൽ, ശരിക്കും ഹെൽപ്പായി, അവൾ പറഞ്ഞു. അതിനുശേഷം പണം ഓൺലൈനായി അയച്ചു. ഞാൻ കുറച്ചുകൂടി അവിടെ നിൽക്കണമെന്നുള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. സത്യത്തിൽ അവളെ കുറച്ചുകൂടി കാണണമെന്ന് തോന്നിയിരുന്നു.
പക്ഷേ അവൾ അത്യാവശ്യം പോലെ അകത്തേക്ക് പോയി. വാതിലടഞ്ഞിട്ടും കുറച്ച് സെക്കൻഡ് ഞാൻ അവിടെ തന്നെ നിന്നു. എന്നിട്ട് തിരിച്ചു പോയി. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നു. അനുവിനെ കാണാൻ ഏകദേശം ആയിഷ ഖാനെ പോലെ തന്നെയായിരുന്നു. അതേ മുഖഭാവം, അതേ ഘടന, അതേ കണ്ണ്. അതേ കണ്ട ദിവസം മുതൽ തന്നെ എനിക്കത് തോന്നിയത് തന്നെയായിരുന്നു. അങ്ങനെ അന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രി ഞാൻ വെറുതെ വാട്സപ്പ് നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് അനുവിൻ്റെ ഒരു മെസ്സേജ്. ഞാൻ അവളുടെ ചാറ്റ് തുറന്നു. സത്യത്തിൽ അവളുടെ നമ്പർ ഞാൻ മുമ്പേ സേവ് ചെയ്തിരുന്നു. പക്ഷേ അന്ന് നോക്കിയപ്പോൾ അവൾക്ക് പ്രൊഫൈൽ ഫോട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം തുറന്ന് നോക്കിയപ്പോൾ ഒരു ഫോട്ടോ കാണാം. അതായത് അവൾ എൻ്റെ നമ്പറും സേവ് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. അതൊന്നറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം. ഞാൻ അവളുടെ പ്രൊഫൈൽ ഫോട്ടോ തുറന്ന് നോക്കി. നീല സാരിയായിരുന്നു വേഷം. അതിൽ ഭയങ്കര സുന്ദരിയായി. സത്യത്തിൽ കണ്ണു മാറ്റം തന്നെ തോന്നിയില്ല. ഞാൻ ഫോട്ടോ സൂം ചെയ്തവളുടെ മുഖവും കണ്ണും ഒക്കെ നോക്കിയിരുന്നു. അതൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. എന്തൊരു രസമാണെന്നറിയോ മക്കളെ. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു മെസ്സേജ് നോട്ടിഫിക്കേഷൻ. ആരാ? നമ്മുടെ അനു. എൻ്റെ ഹാർട്ട് പെട്ടെന്ന് അടിക്കാൻ തുടങ്ങി. ഞാൻ വേഗം ചാറ്റ് തുറന്നു. ഒരു ഹായ് എന്നായിരുന്നു. ഇതിന് ശേഷം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കുറച്ചൊക്കെ ഊഹിക്കാം. എന്നാലും കുറച്ച് കാത്തിരിക്കട്ടോ. വേഗം തന്നെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അടുത്ത കഥയായിട്ട് വേഗം തന്നെ കാണാം. ബൈ. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലില്ലാത്തവരൊക്കെ അങ്ങോട്ടേക്ക് വന്നോളൂ കേട്ടോ. നമുക്ക് ഹാപ്പി ആയിട്ടൊന്നും കൂടണ്ടേ. അപ്പോൾ ഓക്കെ.